എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 70 ശ്ലോകം 21 മുതൽ 28 വരെ ഉള്ള ശ്ലോകങ്ങളെ നമുക്ക് ഇന്ന് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. തത്രാഹുർബ്രാഹ്മണാ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യയശസാം രാജ്ഞാം ചാകഥയൻ കഥ. ആ സദസ്സിലുണ്ടായിരുന്ന ബ്രാഹ്മണരിൽ ചിലര് ആശീർവാദ പുരസ്സരം വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചു. ഭഗവാന്റെ ആ സുധർമ്മ എന്ന സഭയില് സംസാരിക്കാൻ സമർത്ഥന്മാരായ മറ്റു ചിലര് പുണ്യകർമ്മങ്ങൾ ചെയ്തു പ്രസിദ്ധരായ പൂർവ്വ രാജാക്കന്മാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തത്രൈക പുരുഷോ രാജൻ ആഗതോ അപൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതീകാരേ പ്രവേശിത. അങ്ങനെ എല്ലാ ദിവസവും ഭഗവാൻ രാജസദസ്സിൽ വന്നിരുന്ന് കാര്യാദികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാള് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കണു എന്നുള്ള വിവരം ദ്വാരപാലകന്മാരെ ഭഗവത് സന്നിധാനത്തിൽ അറിയിച്ചു. അങ്ങനെ ഭഗവാന്റെ അനുവാദപ്രകാരം അവര് ആ പുരുഷനെ രാജസദസ്സിൽ പ്രവേശിപ്പിച്ചു. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി രാജ്ഞാമാവേദയ ദുഃഖം ജരാസന്ധ നിരോധജം. കാലധർമ്മ സ്വഭാവങ്ങളായ പ്രധാന ശക്തികൾക്കും ഈശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ആ ദൂതൻ വന്ന് നമസ്കരിച്ച് അഞ്ജലിബദ്ധം ചെയ്തുകൊണ്ട് നിന്നു, കൈകൂപ്പിക്കൊണ്ട് നിന്നു ഭഗവാന്റെ അടുത്ത്. അപ്പോഴാണ് ആ ദൂതൻ പറയണത്, അനേകം രാജാക്കന്മാരെ ജരാസന്ധൻ പിടിച്ചു ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് അവരനുഭവിക്കുന്ന കഷ്ടം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിക്കുകയാണ്. േജദിഗ്വിജേതസ്യ സന്നതിം നയയുർനൃപാഃ പ്രസഹ്യരുദ്ധാസ്തേനാസൻ ആയുധേ ത്വേ ഗിരിവ്രജേ. ആ രാജാക്കന്മാർ ആരാണ്, എപ്പോ എന്ത് കാരണത്താൽ ജരാസന്ധൻ അവരെ ബന്ധിച്ചിരിക്കണു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ആ ദൂതൻ. ജരാസന്ധൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടപ്പോ ഏതേതു രാജാക്കന്മാര് അവന് കീഴടങ്ങാതെ ഇരുന്നുവോ ആ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ച് ഗിരിവ്രജം എന്നു പേരായ ആ ജരാസന്ധന്റെ കോട്ടയില് ബലാത്കാരേണ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവര് വളരെ ക്ലേശം അനുഭവിക്കുന്നു ഭഗവാന്. ആ ദൂതൻ പറയാണ് ഭഗവാനോട് ആ രാജാക്കന്മാര് പറഞ്ഞതിനനുസരിച്ച്. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥക് ധിയ. ഇത് മുതല് 6 ശ്ലോകങ്ങൾ കൊണ്ട് രാജാക്കന്മാര് ദൂതനോട് പറഞ്ഞയച്ച സംഗതി ആ ദൂതൻ ഭഗവാനോട് പറയാണ്. ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ഞങ്ങൾ ഇതാ ഭഗവാനെ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു എന്ന സംഗതി. 3 ശ്ലോകം കൊണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ഭയം, ആ ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേന്ന്. 2 ശ്ലോകം കൊണ്ട് പ്രാർത്ഥന. അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. ഹേ കൃഷ്ണ, നിന്തിരുവടിയുടെ വൈഭവം ആർക്കും അറിയാൻ സാധിക്കില്ല. അങ്ങയെ ശരണം പ്രാപിച്ചവരുടെ നിശേഷ ഭീതിയും സംഹരിക്കാൻ തക്ക വൈഭവത്തോടു കൂടിയ നിന്തിരുവടിയെ പ്രാകൃത ബുദ്ധികളായ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഞാൻ എന്നും എന്റേത് എന്നും ഉള്ള ഭേദഭാവന ഞങ്ങളെ ബാധിച്ചിരിക്കയാൽ ഞങ്ങള് സംസാര സങ്കടത്തിലകപ്പെട്ടു വലയുന്നവരാകുന്നു. ആ ഭയം തീർത്തു തരാനായി ഞങ്ങൾ നിന്തിരുവടിയെ ആശ്രയിക്കുന്നു. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഹേ ഭഗവൻ, ഈ ലോകത്തിലെ ജനങ്ങൾ ഏതുകാലം വരെ നിഷിദ്ധങ്ങളും കാമ്യങ്ങളുമായ കർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടിയിരിക്കയാൽ അതതു വർണ്ണങ്ങൾക്ക് ഉചിതമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭഗവത് പൂജാരൂപമായ സ്വധർമ്മത്തിൽ ശ്രദ്ധാവിഹീനരായിരിക്കുന്നുവോ?
എത്ര കാലവും അവരെ യാതൊരുവൻ ജനന മരണ രൂപമായിരിക്കുന്ന സംസാര സങ്കടത്തിൽ അകപ്പെടുത്തുന്നുവോ, എല്ലാവരുടെയും പ്രവൃത്തി എപ്പോഴും കണ്ടുകൊണ്ടും കണ്ണടയ്ക്കാതെയും ഇരിക്കുന്ന ആ കാലസ്വരൂപൻ എന്തിനുവേണ്ടിയാകുന്നു. ഫലേച്ഛ കൂടാതെ സ്വധർമ്മം നടത്താതിരുന്ന ഞങ്ങളുടെ കുറ്റം ക്ഷമിക്കണമേ ഭഗവാനെ. അതാലോചിച്ച് ഞങ്ങൾക്ക് വളരെ ഭയമായിരിക്കുന്നു, എന്നാണ് അവര് പറയണത്. ലോകേ ഭവാൻ ജഗതിന കലയാവതീർണ സദ്രക്ഷണായ കലനിഗ്രഹണായ ജാന്യ കശ്ചിത്വദീയമതിയാദിനിദേശമീശ കിം വാചന സ്വഹൃതവൃച്ഛതി തന്ന വിദ്മ. ലോകമര്യാദ നിലനിർത്തി സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കാനുമായിട്ട് നിന്തിരുവടി ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ ദുഷ്ടന്മാരായ ജരാസന്ധാദികള് ഈ വിധം അതിക്രമം കാണിക്കാനും ഞങ്ങൾ ഇത്ര കഷ്ടം അനുഭവിക്കാനും കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ഭഗവാനെ. ഹേ മഹാപ്രഭു, നിന്തിരുവടിയുടെ ആജ്ഞ അതിക്രമിക്കാൻ ഈ ജരാസന്ധനെ പോലെയുള്ള ഒരു പ്രാകൃത പുരുഷന് സാധിക്കുമെന്നോ? അതോ നിന്തിരുവടി രക്ഷാധികാരിയായിരിക്കുമ്പോഴും ജന്മാന്തരത്തിൽ അവരവർ ചെയ്ത കർമ്മം അനുസരിച്ചുണ്ടാകുന്ന സുഖദുഃഖങ്ങള് അനുഭവിച്ചു കൊള്ളണമെന്നാണോ? എന്താണെന്നുള്ള നിശ്ചയം ഞങ്ങൾക്കില്ല. സ്വപ്നായിതം നൃപസുഖം പരതന്ത്രവീശ ശശ്വത്ഭയേന മൃതകേന തുരം വഹാമ ഹിത്വാദാത്മനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേ അതികൃപണ തവ മായയേഹ. ഈശ്വര, ഞങ്ങള് ഇതിനു മുമ്പ് സർവകർമ്മങ്ങളും നിന്തിരുവടിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്വധർമാചരണത്താൽ അങ്ങയെ ആരാധിച്ച് ശരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ക്ലേശം അനുഭവിക്കേണ്ടി വന്നത്. ആ രാജസുഖത്തിൽ ഞങ്ങൾ മോഹിച്ചു, ആ സുഖത്തിൽ അങ്ങനെ മുഴുകി ബഹുവിധ വിഷയപദാർത്ഥങ്ങളിൽ നിന്ന് സുഖം ലഭിക്കണം, ഓരോ പദാർത്ഥങ്ങൾ സമ്പാദിക്കാനുള്ള ക്ലേശം എന്ന് വിചാരിച്ച് ആ ക്ലേശങ്ങളെല്ലാം സഹിച്ച് ആ പദാർത്ഥങ്ങൾ ലഭിക്കുമ്പോഴോ ആ പദാർത്ഥനാശത്തിൽ സുഖവും ഇല്ല. അതുകൊണ്ട് എല്ലാം ക്ഷണികം. സ്വപ്നജന്യ സുഖം പോലെ മിഥ്യാഭൂതം. ഈ സുഖം കാക്ഷിച്ചതിന്റെ ഫലമായിട്ട് ഭാര്യ, പുത്ര, ധന, വിഷയാദി ചിന്തകളാവുന്ന ഭാരത്തെ ശവതുല്യമായിരിക്കുന്ന ഈ ദേഹം കൊണ്ട് വഹിക്കുന്നു. സ്വാധീനവും നിഷ്കാമകർമ്മത്താൽ സാധ്യവുമായ ആത്മസുഖം നിന്തിരുവടിയിൽ നിന്ന് സിദ്ധിക്കാൻ തക്ക വിധം സ്വധർമ്മത്താൽ ഞങ്ങൾ നിന്തിരുവടിയെ ആരാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിന്തിരുവടിയുടെ മായയാൽ മോഹിക്കപ്പെട്ട മഹാമൂഢന്മാരാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.